ജരാസന്ധന്റെ നേതൃത്വത്തിലുള്ള സൈന്യം കൃഷ്ണന്റെ തേരിന് പുറകെ പാഞ്ഞ് അമ്പുകൾ എയ്തുകൊണ്ടേയിരുന്നു. ആ സമയം ബലരാമന്റെ നേതൃത്വത്തിലുള്ള യാദവ സൈന്യം അവരുടെ ചതുരംഗപ്പടയുടെ നേർക്ക് യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ജരാസന്ധന്റെ സൈന്യത്തിന്റെ ഭൂരിഭാഗവും വധിക്കപ്പെട്ടു. യാദവ സൈന്യത്തെ തോൽപ്പിക്കുവാനാവില്ലെന്ന് ജരാസന്ധൻ മനസ്സിലാക്കി. അവർ മെല്ലെ പിന്നോക്കം മാറി. ശിശുപാലൻ ആകെ ദുഃഖിതനും നിരാശാജനകനുമായി കാണപ്പെട്ടു. അയാളുടെ ശിരസ് അപമാനഭാരത്താൽ കുനിഞ്ഞിരുന്നു. സ്വയംവരത്തിൽ പങ്കെടുക്കാനെത്തിയ മറ്റു രാജാക്കന്മാർ ശിശുപാലനെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. യാദവരുമായുള്ള യുദ്ധത്തിൽ തോറ്റു പിന്മാറേണ്ടി വന്നതിലല്ല അയാളുടെ ദുഃഖം, തൻ്റെ നവവധുവിനെ കൃഷ്ണൻ തട്ടിക്കൊണ്ടുപോയതിലായിരുന്നു. താൻ തിരിച്ചെങ്ങനെ തൻ്റെ രാജ്യത്തേക്ക് പോകും എന്നതായിരുന്നു അയാളുടെ ചിന്ത. ജരാസന്ധൻ അടക്കമുള്ളവർ അയാളെ സമാധാനിപ്പിച്ച് യാത്രയയച്ചു. രാജാക്കന്മാർ എല്ലാവരും തന്നെ താന്താങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചുപോയി. എന്നാൽ രുക്മിണിയുടെ മൂത്ത സഹോദരനായ രുക്മി മാത്രം അങ്ങനെ സമാധാനിക്കാൻ തയ്യാറായില്ല. അയാൾ കൃഷ്ണനുമായി ഏറ്റുമുട്ടി തൻ്റെ സഹോദരിയെ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തോടെ തൻ്റെ സൈന്യവുമായി രുക്മി പുറപ്പെട്ടു. അയാൾ കൃഷ്ണന്റെ തേരിനു മുൻപിൽ കയറി നിന്ന് കൃഷ്ണനെ അപമാനിക്കും വിധത്തിൽ സംസാരിച്ചു. അതിനുശേഷം അയാൾ കൃഷ്ണന് നേർക്ക് അമ്പെയ്തു. ശ്രീകൃഷ്ണൻ തിരിച്ച് അമ്പെയ്ത് രുക്മിയുടെ വില്ലുകൾ ഓരോന്നായി മുറിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ തൻ്റെ അമ്പുകൾ മുഴുവൻ തീർന്നു കഴിഞ്ഞപ്പോൾ അയാൾ കത്തി, വാൾ തുടങ്ങിയ ആയുധങ്ങളുമായി കൃഷ്ണന് നേരെ ചാടി വീണു. കൃഷ്ണൻ തൻ്റെ ചാപം രുക്മിക്ക് നേരെ എയ്യാൻ തുടങ്ങിയ സമയം രുക്മിണി ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽക്കൽ വീണ് തൻ്റെ സഹോദരൻ്റെ ജീവൻ എടുക്കരുതെന്ന് അപേക്ഷിച്ചു. താൻ അയാളുടെ ജീവൻ എടുക്കില്ല, മറിച്ച് അയാൾക്കൊരു ചെറിയ ശിക്ഷ കൊടുക്കും എന്ന് കൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ രുക്മിയുടെ പാതി മീശയും പാതി മുടിയും മുണ്ഡനം ചെയ്തു കളഞ്ഞു. ഈ അവസരത്തിൽ അവിടെ എത്തിയ ബലരാമൻ രുക്മിയെ ഇപ്രകാരം ചെയ്തതിൽ കൃഷ്ണനെ ശകാരിക്കുകയും രുക്മിയെ സ്വതന്ത്രനാക്കുകയും ചെയ്തു. അങ്ങനെ ദ്വാരകയിൽ എല്ലാവരും ഉത്സാഹത്തിമിർപ്പിലാണ്. കൃഷ്ണന്റെയും രുക്മിണിയുടെയും വിവാഹ ദിനത്തിൽ എല്ലാവരും അതിമറന്ന് ആഹ്ലാദിച്ചു. നന്ദഗോപരും ഗോപന്മാരും എല്ലാം ആ വിവാഹത്തിൽ പങ്കെടുത്തു. രുക്മിണിയുടെ പിതാവായ ഭീഷ്മകനും വിവാഹത്തിൽ പങ്കെടുത്തു.